അത് പുറത്ത് പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അയാൾക്ക് ജനങ്ങളിലുള്ള സ്വാധീനം കൊണ്ട് കുഴപ്പമായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ചുരുക്കത്തിൽ അയാൾ മരിച്ചു പോയപ്പോഴെങ്കിലും ഈ സത്യം ഞാൻ ജനങ്ങളോട് പറഞ്ഞു. ആളുകൾ അയാളുടെ ശവത്തെപ്പോലും വെട്ടി കഷ്ണമാക്കിയിട്ടാണ് പ്രതികാരം തീർത്തത്. അയാൾ മരിച്ചപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ആരെങ്കിലും എനിക്ക് വഴി കാണിച്ചു തരുമോ എന്ന് ഭയപ്പെട്ടു. രണ്ടാമത് ഈ മനുഷ്യൻ്റെ ആരെയും കണ്ടെത്താതെ ഈ പണ്ഡിതൻ്റെ, ഈ പുരോഹിതൻ്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട പുതിയ ഒരാൾ വന്നു. പുതിയ ഒരു പണ്ഡിതൻ, പുതിയ പുരോഹിതൻ. അയാളുടെ അനുയായിയായി ഞാൻ അയാളുടെ കൂടെ താമസിച്ചു. അയാൾ നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് പലതും പറഞ്ഞു തന്നു. അയാളുടെ മരണവും അടുത്തു. മരിക്കാൻ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയാലും? അയാൾ പറഞ്ഞു, നീ എന്നെ വിശ്വസ്തയോടെ സ്നേഹിച്ചവനാണ്, നീ എന്നെ വിശ്വസ്തയോടുകൂടി അംഗീകരിച്ചവനാണ്, അതുകൊണ്ട് നീ എനിക്ക് സേവനം ചെയ്തവനാണ്. നിനക്ക് മാർഗദർശനം നൽകാവുന്ന ആളുകളൊന്നും ഇവിടെയില്ല. പക്ഷേ മൂസിൽ എന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു മഹാപണ്ഡിതനുണ്ട്, നീ അങ്ങോട്ട് യാത്ര പുറപ്പെടുക, അവിടെ നിനക്ക് വേണ്ട ഉപദേശം കിട്ടും. സഹാബത്ത് ഇങ്ങനെ ഉറ്റ് കേട്ട് നിൽക്കുകയാണ്. അമ്പിളി തിങ്കൾ പല പോലെ നുബുവത്തിൻ്റെ മുദ്രയുമായി നിൽക്കുന്ന പുതപ്പിട്ട റസൂലും ഈ കഥ കേട്ടുകൊണ്ടിങ്ങനെ അത്ഭുതത്തോടുകൂടി അതിൻ്റെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ഈ ആൾ പറയാൻ തുടങ്ങി, ഞാൻ മൂസൽ എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതൻ്റെ കൂടെ താമസിച്ചു. ക്രിസ്തീയ മതത്തിന് വേണ്ട ആരാധനകളുമായി ദൈവത്തെ കാക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിച്ചു. അങ്ങനെ കുറേ കാലങ്ങൾ പോയപ്പോൾ അയാളും മരണത്തിൻ്റെ സമയത്തെത്തി. അയാൾ എന്നോട് പറഞ്ഞു, ഞാളോട് മരിക്കാൻ സമയത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഉപദേശം നൽകിയാലും? അയാൾ എന്നോട് പറഞ്ഞു, നീ നല്ലവനാണ്, നീ സത്യാന്വേഷിയാണ്, നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ ഇവിടെയൊന്നും ആളുകളില്ല. നസീബൈൻ എന്ന ഒരു സ്ഥലമുണ്ട്, നീ അവിടെ എത്തിയിട്ട് അവിടെ ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരിപ്പുണ്ട്, അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം. ഞാൻ യാത്ര പുറപ്പെട്ടു. ഒരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ നസീബൈനിലെത്തി. അവിടെ ആ മഹാപണ്ഡിതനെ കണ്ടു. നല്ലൊരു മനുഷ്യനായിരുന്നു, എപ്പോഴും പ്രാർത്ഥനയായിരുന്നു. ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. എൻ്റെ വിധിയായിരിക്കാം, എൻ്റെ വിധി കൊണ്ടായിരിക്കാം അയാളും മരിക്കാൻ പോവുകയാണ്. അയാൾ വളരെ വയസ്സെത്തിയ ആളായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാലശേഷം എനിക്ക് വിജയത്തിൻ്റെ വഴി ഏതാണ്? അയാൾ പറഞ്ഞു, അമൂരിയ എന്ന സ്ഥലത്തൊരു വലിയ മഹാസന്യാസിയുണ്ട്, ഒരു മഹാപണ്ഡിതൻ, നീ അവിടെ പോയിട്ട് അവിടെയുള്ള മഹാപണ്ഡിതൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം. ഞാൻ അലഞ്ഞ് അമൂരിയയിലെത്തി. അവിടെയുള്ള മഹാപണ്ഡിതനെ കണ്ടുമുട്ടി. എന്നിട്ടോ സഹാബത്ത് ആകാംക്ഷയോടെ സസ്പെൻസ്. എന്താണ് സംഭവിക്കാൻ പോണത്? നുബുവത്തിൻ്റെ സീല് മുത്തം വെക്കാൻ വന്നതാ സ്റ്റോറി. അതാണ് കഥയുടെ ബിന്ദു. പറഞ്ഞ് ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ലല്ലോ, എന്താണ് കഥയെന്ന് പറയൂ. അങ്ങനെ ഇരിക്കെ ഈ ആൾ പറയാൻ തുടങ്ങി, അമൂരിയയിൽ ആൾ മരിക്കാൻ പോണ നേരത്ത് എന്നെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ഉപദേശം തരാം. നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ, യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ ഇവിടെയൊന്നും ആളില്ല. ക്രിസ്തീയ മതം ദുർബലപ്പെട്ടു പോയിരിക്കുകയാണ്. ഇഞ്ചീൽ എന്ന ഗ്രന്ഥത്തിൽ പല മാറ്റത്തിരുത്തലുകളും വന്നിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ മതമല്ല എന്നുള്ള ക്രിസ്തീയ മതം ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടിരിക്കുകയാണ്, ഒരുപാട് തിരുത്തപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യണം? നീ ബേജാറാകണ്ട. ഈസാ നബി പ്രവചിച്ച അന്ത്യപ്രവാചകന്റെ കാലമാണ് ഈ കാലം. ആ അന്ത്യപ്രവാചകൻ ഒരു മരുഭൂമിയിലാണ് ജീവിച്ചിരിക്കുക. മരുഭൂമിയിലാണ് ആ പ്രവാചകൻ ജനിക്കുക. എന്നിട്ടോ ഞാൻ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, സത്യത്തെ കണ്ടെത്താൻ പോണ് എന്ന ഒരു ബോധം എനിക്കുണ്ടായി. ഞാൻ ഉടനെ ചോദിച്ചു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മരുഭൂമിയുടെ ആളാണെങ്കിൽ ഞാൻ എവിടെ പോയി തേടണം? മരുഭൂമി, അറേബ്യ മരുഭൂമിയിലാണ് ആ പ്രവാചകൻ ജനിക്കുക. അത് ഈസാ അലൈഹിസ്സലാം പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ ആ ആളെ കണ്ടെത്തേണ്ടത്? ആ ആളെ കണ്ടെത്താൻ നിനക്ക് ഞാൻ 2 തെളിവ് പറഞ്ഞു തരാം. ഒന്ന്, ആ ആൾ ഒരിക്കലും സദഖയുടെ പണം വയറ്റിലേക്ക് കഴിക്കില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തലേ ദിവസം സദഖയുടെ പണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സഹാബത്തിനെ വിളിച്ച് വിതരണം ചെയ്തിട്ട് തിന്നാതെ മാറി നിന്ന ആമിന ബീവിയുടെ മുത്തുമോനെയാണ് ഈ മഹാപണ്ഡിതൻ ഓർമ്മിപ്പിച്ചു കൊടുത്തത്. നീ ആ മഹാപ്രവാചകന് സദഖ കൊണ്ടുപോയി കൊടുത്താൽ, ദാനധർമ്മങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കലല്ലാതെ അതിൽ നിന്നൊരു ഇഞ്ച് പോലും വായിൽ വെക്കാത്ത ആളായിരിക്കും ആ നബി. പിന്നെ എന്താണ് അടയാളം? രണ്ടാമതൊരടയാളം പറഞ്ഞു തരാം. സദഖ കഴിക്കില്ലെങ്കിലും നീ സമ്മാനം കൊടുത്താൽ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് അത് കഴിക്കും ഈ
ഈ പ്രവാചകൻ. രണ്ടാമത്തെ ദിവസം സദക്ക കൊണ്ടുപോയി കൊടുത്തതിൻ്റെ തൊട്ട് പിറ്റേന്ന് സമ്മാനം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു ഓഹരി കഴിക്കുകയും മറ്റുള്ളവർക്ക് ഓഹരി പങ്കുവെക്കുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ ഈ അനുഭവം ഇങ്ങനെ ഈ സഹോദരൻ അവിടെ അവതരിപ്പിക്കുകയാണ്. മൂന്നാമതൊരടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഇടത്തെ ചുമലിനും വലത്തെ ചുമലിനുമിടയിൽ നബിയാണ് എന്ന മുദ്ര ഈ പരിശുദ്ധ വ്യക്തിയുടെ ശരീരത്തിൽ അങ്ങനെ മുദ്രണം ചെയ്യപ്പെട്ട് കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ യാത്ര അവിടെ നിന്നും പുറപ്പെട്ടു. അറേബ്യ എവിടെയാണെന്ന് എനിക്കറിയില്ല. കുറേ ആളുകൾ ഇങ്ങനെ കച്ചവടക്കാർ വരുന്നുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, അറേബ്യയിലേക്ക് എന്നെ കൊണ്ടുപോകുമോ? അവരെന്നെ കൊണ്ടുപോയി. പക്ഷേ അവർ ദുഷ്ടന്മാരായിരുന്നു. അവരെന്നെ ഒരു യഹൂദന് വിലക്ക് വിറ്റു. നബിയെ കാണാൻ പുറപ്പെട്ട ഞാൻ യഹൂദൻ്റെ പണിക്കാരനായി. യഹൂദൻ്റെ വീട്ടിൽ ഈത്തപ്പഴം മറുക്കലും ഉണക്കലുമായിരുന്നു എൻ്റെ ജോലി. ആ യഹൂദൻ്റെ വീട്ടിൽ കുറേ കാലം പാർത്തു. പിന്നെ ആ യഹൂദൻ അയാളുടെ ഒരു കുടുംബത്തിൽ മറ്റൊരാളുടെ വീട്ടിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് ജോലി കയറ്റം കിട്ടി. ഞാൻ അവിടെ പാർത്തുകൊണ്ടിരിക്കെ അവിടെയും ഈത്തപ്പഴം എടുക്കലായിരുന്നു പണി. ഒരു ദിവസം ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കായ അറുക്കാൻ വേണ്ടി ഈത്തപ്പഴത്തിൻ്റെ മരത്തിലിരിക്കവേ താഴെ ഇരുന്നു കൊണ്ട് യഹൂദനായ എൻ്റെ യജമാനൻ വേറെ ഒരാളോട് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. ദൈവം ഈ ഗോത്രക്കാരെ തകർക്കട്ടെ, അവരിന്ന് മക്കയിൽ നിന്ന് വന്ന ഒരുത്തനെ നബിയാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുകയാണ്. ഞാൻ ധരിച്ചുപോയി. മക്കയിൽ നിന്ന് വന്ന നബിയാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണെന്ന് പറയുന്നത് ഞാൻ തേടി നടക്കുന്ന ആളാണോ? മുദ്രയുള്ള ആളാണോ? സദഖ കഴിക്കാത്ത ആളാണോ? സമ്മാനം കഴിക്കുന്ന ആളാണോ? ഞാൻ ധരിച്ചു. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റു. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു മാറ്റമുണ്ടായി. ഞാൻ എത്രയും പെട്ടെന്ന് ഈത്തപ്പഴം അറുത്തുകൊണ്ടിരിക്കുന്ന മരത്തിൽ നിന്ന് താഴേക്ക് വന്ന് ഇറങ്ങി വന്ന് ഒറ്റയടി എൻ്റെ യജമാനൻ അടിച്ചുപോയി. റസൂലിനെ ആക്ഷേപിച്ച് പറഞ്ഞവൻ, റസൂലിനെ എതിർത്തവൻ, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്നെ തീർത്തും ഇങ്ങോട്ടടിച്ചു. എന്തടാ നിനക്കിതിൽ കാര്യം? വേലക്ക് വന്ന നീ ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുകയോ? വേലക്ക് വന്ന നിനക്കിതിലെന്ത് കാര്യം എന്ന് ചോദിച്ച് അവൻ എന്നെ ശാസിച്ചു. ഞാൻ അവിടെ കുറച്ച് ദിവസം വീണ്ടും കഴിഞ്ഞു. എവിടെയാണ് ഈ നബി എന്ന് പലരോടും അന്വേഷിച്ചു. ധാരാളം ആളുകളോട് ചോദിച്ചു, കാണാൻ കഴിഞ്ഞില്ല. അവസാനം എനിക്ക് കിട്ടിയ ഒരു അടയാളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. മദീനയിൽ നിങ്ങളുടെ അടുക്കലെത്തി. അങ്ങനെ അടുക്കലെത്തിയിട്ട് എനിക്കറിയണ്ടേ ഈ ആളാരാണെന്ന്. അതിനാണ് ആദ്യത്തെ ദിവസം ഞാൻ സദഖ കൊണ്ടുവന്ന് തന്നത്. അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളത് കഴിക്കാതെ സഹാബത്തിന് വിതരണം ചെയ്ത് കണ്ടപ്പോൾ എനിക്കുറപ്പായി എന്നോട് ആ പണ്ഡിതൻ പറഞ്ഞ ആദ്യത്തെ സത്യം പുലർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടിയാണ് പിറ്റേന്ന് ഞാൻ സമ്മാനം കൊണ്ടുവന്ന് തന്നത്. അത് നിങ്ങൾ കഴിക്കുകയും സഹാബത്തിനെ കഴിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ടെസ്റ്റിലും സത്യം പുലർന്നു. എനിക്കൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു, ആ നുബുവത്തിൻ്റെ സീലൊന്ന് കാണാൻ. ഇടത്തെ ചുമലിനും വലത്തെ ചുമലിനും ഇടയിൽ കിടക്കുന്ന ആ മുദ്രയൊന്ന് കാണാൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരിക്കണം. ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ അള്ളാഹു വീഴ്ത്തിയ പോലെ നിങ്ങളുടെ മേലങ്കി ശരീരത്തിൽ നിന്ന് അണഞ്ഞുപോയി, താഴേക്ക് വീണുപോയി. അതുകൊണ്ട് ആ മുദ്രയൊന്ന് മുത്തം വെക്കാൻ, ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയചിഹ്നമായ ആ അടയാളത്തിൽ എൻ്റെ മുഖമൊന്ന് അമർത്താൻ ഞാൻ മോഹിച്ചതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ദീനിലേക്ക് വന്നിരിക്കുന്നു, ഞാൻ അള്ളാഹുവെ അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേര് മഹാബല്ല, നീ ഇന്ന് മുതൽ സൽമാനാണ്. സൽമാൻ, ഇതാണ് സൽമാനുൽ ഫാരിസി എന്ന സഹാബിയുടെ കഥ. അറിയപ്പെട്ട വളരെ പ്രസിദ്ധനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കഥ. സൽമാൻ മുഹാജിറാണോ അൻസാറാണോ എന്ന് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ തർക്കമായി. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്നവർ മുഹാജിരീങ്ങൾ, മദീനയിൽ അവർക്ക് അഭയം കൊടുത്തവർ അൻസാറുകൾ. മുഹാജിരീങ്ങൾ പറഞ്ഞു, ദൂരെന്ന് വന്ന ആളല്ലേ, ഇറാൻകാരനല്ലേ, അതുകൊണ്ട് മുഹാജിറാണ്. അൻസാറുകാർ പറഞ്ഞു, അല്ല, ദൂരെന്ന് വന്ന ആളാണെങ്കിലും മക്കത്തുനിന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, അൻസാറാണ്.
പെട്ടവനാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സൽമാനെ കുറിച്ച് നിങ്ങൾ തർക്കിക്കണ്ട. ഹുവ മിൻ അഹ്ലി ബൈത്തി, സൽമാൻ എൻ്റെ അഹ്ലി ബൈത്തിൽ പെട്ടവനാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. സൽമാൻ പനിനീരിൻ്റെ നിറമായിരുന്നു, നല്ല ഇറാനി, നല്ല ചുവന്ന് തുടുത്ത നിറം. ആ ചുവന്ന് തുടുത്ത സൽമാന്റെ കൈയും വലത്തെ കൈ കൊണ്ട് പിടിച്ച് കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ കറുത്ത ബിലാലിന്റെ കൈയും പിടിച്ച് രണ്ടു പേരെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച ലോക വിപ്ലവകാരിയുടെ പേരാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പേരിൽ 3 സലാത്തോടെ പള്ളിയുടെ പരിപാടി തുടങ്ങാം. വനസ്സലൽ മലായികതു തൻസീല, മലക്കുകൾ ഇറങ്ങുന്ന സമയമാണ്. മശ്റയിലെ ആരംഗം, അല്ലാഹു എഴുന്നള്ളുന്ന സമയമാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അല്ലാഹു ഇറങ്ങി വരവേ അല്ലാഹുവിൻ്റെ മലക്കുകൾ അണിയണിയായി നിൽക്കുകയാണ്. വഅശ്റഖത്തിൽ അർളു ബിനൂറി റബ്ബിഹാ, അതിൻ്റെ റബ്ബിൻ്റെ നൂറ് കൊണ്ട് ഭൂലോകം പ്രകാശിക്കാൻ പോവുകയാണ്. ഭൂലോകത്ത് ഉദയത്തിൻ്റെ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറ്റവാളികളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഞാനതൊക്കെ വളരെ ചുരുക്കത്തിൽ സൂചിപ്പിച്ചിങ്ങനെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്, വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കുറ്റവാളികളോട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് കുറ്റങ്ങൾ ചെയ്യാൻ മുതിർന്നത്? ആരാണ് നിങ്ങളെ വഴിപഴപ്പിച്ചത്? ആ സമയത്ത് ജനങ്ങളെ വഴിപഴപ്പിച്ച് അല്ലാഹുവല്ലാതെ മനുഷ്യർ ആരാധിച്ചിരുന്ന എന്തൊക്കെയുണ്ടോ അതിനെയും അല്ലാഹു ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. പിശാചുക്കൾ മുതൽ കല്ലിൻ്റെ പ്രതിമകൾ വരെയുള്ളതെല്ലാം ഹാജരാക്കപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചോദ്യം ചെയ്യുന്നു. പിശാചുക്കൾ പറയുകയാണ്, ഞങ്ങൾ ഇവരെ പഴപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവരെന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ കൂടിയത്? മഹ്ശറയിലെ രംഗങ്ങളാണ്. നേതാക്കന്മാർ വിചാരണ ചെയ്യപ്പെടുന്നു, അനുയായികൾ വിചാരണ ചെയ്യപ്പെടുന്നു, നേതാക്കളും അനുയായികളും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഏതായാലും അല്ലാഹുവിൻ്റെ വിധിയല്ലാതെ ഇനി രക്ഷയില്ലെന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയത്ത് നേതാക്കന്മാരെ അനുയായികൾ കുറ്റപ്പെടുത്തുന്നു, അനുയായികളെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നു. മഹ്ശറയിലെ രസകരമായ രംഗാണത്. അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആളുകൾ നേതാക്കന്മാരും അനുയായികളുമായിട്ട് 2 ചേരിയാവും. ഭൂമിയിലെ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട് അനുയായികൾ പറയും, ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്, നിങ്ങളാണ് ഞങ്ങളെ നരകക്കുണ്ടിലേക്ക് തള്ളിക്കളഞ്ഞത്, നിങ്ങളാണ് ഞങ്ങളെ ദീനിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്, നിങ്ങളാണ് ഞങ്ങളെ ഹിദായത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്, അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ നരക ജീവിതത്തിന് ഉത്തരവാദികൾ. അവ നേതാക്കന്മാർ അവിടെ നിന്നിട്ട് പ്രസംഗിക്കും, നിങ്ങളാണ് ഞങ്ങളുടെ പിന്നാലെ കൂടിയത്, ഞങ്ങൾ പറഞ്ഞതിന് നിങ്ങളെന്തിന് പിന്നാലെ കൂടി, ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെന്തിന് കേട്ടനുസരിച്ചു, ഞങ്ങൾ നേതാക്കളായില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ നേതാക്കളാക്കുമായിരുന്നില്ലേ? ഇങ്ങനെ നേതാക്കളും അനുയായികളും തമ്മിൽ സംവാദം. സത്യവിശ്വാസിക്ക് അല്ലാഹു മാപ്പ് നൽകുകയാണ്. അവൻ ചെയ്തു പോയ ചെറിയ കുറ്റങ്ങളെ അല്ലാഹു മാപ്പ് നൽകുകയാണ്. എപ്പോഴും ഈ തൗബയെക്കുറിച്ച് നമ്മൾ ഊന്നി പറയണം. തെറ്റ് ചെയ്ത ആൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ദീനാണ് ഇസ്ലാം. തെറ്റ് ചെയ്ത ആൾക്കാരോട് ചില ആൾക്കാർ സംസാരിക്കുന്ന മാതിരി എനിക്ക് ഇനി രക്ഷയില്ല എന്നുള്ള മാതിരി സംസാരിക്കരുത്. എപ്പോഴും ദീനിൻ്റെ വക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അള്ളാഹു ഒരാളെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എത്ര വലിയ തെറ്റ് ചെയ്തവനും ആത്മാർത്ഥമായ കൽബ് കൊണ്ട് കേണ് പറഞ്ഞാൽ തൗബ എന്ന ഒരു കവാടമുണ്ട്. ആ തൗബ അല്ലാഹു സ്വീകരിച്ചാൽ രക്ഷയാണ്. 100 ആളെ കൊന്നൊരാൾ അവസാനത്തൊന്ന് തിരുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ കൊലയും പരിപാടിയൊക്കെ നന്നാവാൻ തീരുമാനിച്ചു. ഒരു വലിയ പണ്ഡിതനുണ്ടെന്ന് കേട്ടു. ഇയാളടുത്ത് പോയിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു, നന്നാവാനുള്ള വഴി എന്താ? ഞാൻ 10-100 മനുഷ്യന്മാരെ വെട്ടിക്കൊന്നവനാണ്, എനിക്ക് നന്നാവാനുള്ള ഒരു വഴി നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നന്നാവാനുള്ള വഴി ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുത്തു, നന്നാവാൻ എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞു. 100 ആളെ കൊന്നവനാണ് ഇജ്ജ് എങ്ങനെ നന്നാവാനാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട പാടെ ഈ ഘാതകൻ 100 ആളെ കൊന്ന മനുഷ്യൻ ഏതായാലും 10 ആയില്ലേ, നന്നാകാൻ വഴിയില്ല, എന്നാൽ എന്നെയും കൂടിയും ശരിയാക്കുക എന്ന് പറഞ്ഞ് ഇയാൾ ഒറ്റടിക്ക് കൊന്നു. ഇത് റസൂല് പറഞ്ഞ കഥയാണ്, കെട്ടുകഥ ഐതിഹ്യമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, സഹീഹായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. രക്ഷപ്പെടാൻ വഴിയില്ല എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആളെ നന്നാക്കുന്ന പരിപാടിയെ മനുഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആൾക്കാരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവനെ കാഫിറാക്കുക, നരകത്തിൻ്റെ കുണ്ടുക്കുക എന്ന് പറയുക, വിധി കൽപ്പിക്കുക, ആർക്കും അധികാരമില്ല. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന പണിയില്ലാതെ വേറെ പണിയില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളെ പണി ഇത് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അംബിയാ മുർസലിങ്ങൾ പറഞ്ഞു, ഖുർആൻ നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുന്ന ആൾ മാത്രമാണ്, എത്തിച്ചു കൊടുക്കുന്ന ആൾ മാത്രമാണ്, നിങ്ങൾ വിധി കൽപ്പിക്കുന്ന ആളല്ല, അവരെ തരംതിരിക്കുന്ന ആളല്ല. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഫദക്കിർ ഒമാ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അവരുടെ മേൽ അലൈക്കും മുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ,
ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ മാപ്പ് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ മനുഷ്യനെയും കൂടിയും കൊന്നയാൾ പിന്നെ നന്നാവാൻ വേണ്ടി വഴി അന്വേഷിച്ച് നടന്നപ്പോൾ ഇദ്ദേഹം കേട്ട് എവിടെയോ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അയാളെ പോയി കണ്ടു, രണ്ടാമതൊരാളെ. നന്നാവാൻ വഴിയുണ്ടോ? ഞാൻ കുറേ ആളെ കൊന്നോനാണ്. കൊന്നിട്ട് ഒരാളെടുത്ത് പോയിട്ട് ഉപദേശം ചോദിച്ചപ്പോൾ എനിക്ക് നന്നാവാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നോനാ ഞാൻ. ഇത് കേട്ട ഈ പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് നന്നാവാൻ വഴിയുണ്ട്. നിന്നെ ചീത്തയാക്കിയത് നിൻ്റെ ചുറ്റുപാടാണ്, നിൻ്റെ നാടാണ്. നീ ആ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞു. അയാൾ നാട് വിട്ടത് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഈ മനുഷ്യൻ മരിച്ചുപോയി. ഇയാളെക്കുറിച്ച് എന്ത് ചെയ്യണം? ഇയാളുടെ റൂഹ് പിടിക്കാൻ നേരത്ത് മലക്കുകൾക്ക് തമ്മിൽ തർക്കമായി. നല്ല രീതിയിൽ റൂഹ് പിടിക്കണോ, ചീത്ത രീതിയിൽ റൂഹ് പിടിക്കണോ? നല്ല രീതിയിൽ റൂഹ് പിടിക്കുന്ന മലക്കുകൾ പറഞ്ഞു, ഇയാൾ നന്നാവാനുള്ള പോക്കിലാണ് മരിച്ചത്, അതുകൊണ്ട് റൂഹ് ഞങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ വിട്ടുപോ. ചീത്ത രീതിയിൽ റൂഹ് പിടിക്കുന്ന മലക്കുകൾ പറഞ്ഞു, ഉണ്ടായ കാലം മുതലൊരു പുണ്യവും ചെയ്യാത്ത മനുഷ്യൻ, ധാരാളം ആളുകളെ കൊന്ന് ചോര കൊണ്ട് കൈ കഴുകിയ മനുഷ്യൻ, അങ്ങനെയുള്ള ഒരാളെ കൊല്ലാൻ, അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ എന്ത് നന്മ? ഇവൻ വൃത്തികെട്ടവനാണ്, ഇവൻ്റെ റൂഹ് ഞങ്ങൾക്കുള്ളതാണ്. അങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരം വരികയാണ്. ഇവൻ നടന്നു പോകുന്നത് നന്മയിലേക്കാണ്. നടന്നു പോയ വഴി ഒന്ന് അളക്കൂ, വഴിയിൽ വെച്ചാണ് മരിച്ചത്. ദൂരം എങ്ങോട്ടാണ് കൂടുതലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇയാളുടെ ആ ഭാഗത്തിൻ്റെ ആളായി സ്വീകരിക്കൂ. ഏറ്റവും കൂടുതൽ ദൂരം നന്മയുടെ ഭാഗത്തേക്ക് ഇയാൾ കവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ നന്മയുടെ ആളാണ്, നല്ല രീതിയിൽ അയാൾ റൂഹ് പിടിക്കുക. ഏറ്റവും കൂടുതൽ ദൂരം ചീത്തയുടെ ഭാഗത്തേക്കാണുള്ളതെങ്കിൽ തീർച്ചയായും അയാളെ നിങ്ങൾ ചീത്ത റൂഹ് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ പിടിക്കുക. അളന്ന് നോക്കുമ്പോൾ, വഴി അളന്ന് നോക്കുമ്പോൾ പകുതി ദൂരം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കടന്നു പോയിരിക്കുകയാണ്. ഉടൻ തന്നെ നല്ല രീതിയിൽ റൂഹ് പിടിക്കുന്ന പോലെ അയാളെ പിടിച്ച് അനുഗ്രഹിച്ചു എന്നാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ ദീന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരായ എന്നെപ്പോലുള്ള മനുഷ്യന്മാരെ കുറ്റപ്പെടുത്തുക, എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല, ഇജ് നന്നാവൂല, ഇജ് പോക്കാണ്, ഇജ് നരകത്തേക്കാണ്, ഇത് വിധി കൽപ്പിക്കാനൊന്നും ആർക്കും അവകാശമില്ല. അള്ളയാണ് ഇതിൻ്റെ ആൾ. കണ്ട മനുഷ്യന്മാരെ മുഴുവൻ കൊന്നിട്ട് നരകത്തേക്ക് പോണ പോക്ക് പോകുമ്പോഴേ ഒരു നല്ല മനുഷ്യൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ട് ഒരു നല്ല നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, നാട്ടിലെത്തിയിട്ടില്ല. വഴിയിൽ വെച്ച് മരിച്ചതിൻ്റെ പേരിൽ പുണ്യമായി. സത്യവിശ്വാസികൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമെന്ന് പരിശുദ്ധമായ പ്രവാചക തിരുമേനിയുടെ ഹദീസിൽ കാണുന്നു. പിന്നെ തുലാസാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അതിൻ്റെ ഫലം കണ്ടെത്തും, അണുമണിത്തൂക്കം തിന്മ ചെയ്തവൻ അതിൻ്റെ ഫലവും കണ്ടെത്തും. എപ്പോഴും നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ട ഉപദേശം നന്മയിലേക്കുള്ള ഉപദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തുലാസിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നൊന്നും ഖുർആനിലോ ഹദീസിലോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ്, അത് എങ്ങനെയുള്ള തുലാസായിരിക്കും? അവിടുത്തെ കട്ടി ഏതായിരിക്കും? 500ൻ്റെ കട്ടിയുണ്ടോ, 1000ൻ്റെ കട്ടിയാണോ, കിലോ കട്ടിയാണോ? ഒന്നും പറയാൻ നമുക്ക് നിവൃത്തില്ല. ഒരു മീസാനുണ്ട്, ഒരു തുലാസുണ്ട് എന്നല്ലാതെ അതിൻ്റെ സ്വഭാവമോ രൂപമോ ഖുർആനോ ഹദീസോ അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് മീസാനുണ്ട് എന്നങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. അതിൻ്റെ രൂപവും കോലൊന്നും നോക്കിയിട്ട് തല പുണ്ണാക്കാൻ പോണ്ട. ആ പുണ്ണാക്കണ നേരം കൊണ്ട് ആ തുലാസിൽ തൂക്കാനുള്ള വല്ലതും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. അതാണൊരു ബുദ്ധിയുള്ള മനുഷ്യന് ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യം. അടുത്ത സംഗതി, മഹ്ശറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, പരലോകത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഹൗദുൽ കൗസറാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നൽകപ്പെട്ട ഹൗദാണ് ഹൗദുൽ കൗസർ. പാലിനേക്കാൾ വെളുത്ത നിറമുള്ള, മഞ്ഞിനേക്കാൾ ശുദ്ധമായ, മഞ്ഞിനേക്കാൾ തണുപ്പുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള പാനീയമാണ് ഹൗദുൽ കൗസറിൽ നിന്ന് കോരിക്കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ റസൂല് കോരിക്കൊടുക്കുന്ന വെള്ളമാണ്. ഏറ്റവും മധുരമാണ്, ഏറ്റവും രസകരമാണ്, ഏറ്റവും രുചികരമാണ്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉമ്മത്തുകളെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പുറപ്പെടും. ഈ ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയിൽ നിന്ന്, സ്വർഗത്തിലെ ഒരു നദിയിൽ നിന്ന് 2 പാത്തി വെച്ചുകൊണ്ടാണ് ഹൗദുൽ കൗസറിലേക്ക് വെള്ളമൊഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അറേഞ്ച്മെൻ്റൊക്കെ അവിടെ പൂർത്തിയായിരിക്കണം. 2 പാത്തി വെച്ചു കൊടുത്തിരിക്കുകയാണ് ഹൗദിലേക്ക്. സ്വർഗത്തിലെ ഈ പ്രത്യേകമായ അരുവിയിൽ നിന്ന് ഈ 2 പാത്തിയിലൂടെ ഹൗദുൽ കൗസറിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗദുൽ കൗസറിൻ്റെ വലിപ്പം എത്രയെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഐലത്ത് എന്ന അറേബ്യയിലെ സ്ഥലത്ത് നിന്ന് യമനിലെ സൻആ എന്ന സ്ഥലത്തേക്ക് വരെ എത്ര ദൂരമുണ്ടോ അത്ര നീളമുണ്ടായിരിക്കും ഹൗദുൽ കൗസറിന്. ഉമ്മാനിൽ നിന്ന് ഏഡൻ വരെ എത്ര നീളമുണ്ടോ അത്ര നീളമുണ്ടായിരിക്കും.
ഒമാനിൽ നിന്ന് ഏഡൻ വരെ, അല്ലെങ്കിൽ ഐലത്തിൽ നിന്ന് യമനിലെ സന്നാൻ വരെ, വീതിയാകട്ടെ ഐലത്തിൽ നിന്ന് ജിദ്ദക്കും റാബിഗിനും ഇടയിൽ കിടക്കുന്ന ജുഹ്ഫ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക്. എത്ര കണിശമായിട്ടാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജിയോഗ്രഫി വർക്ക് ചെയ്യുന്നത്. റസൂലിൻ്റെ ഭൂമിശാസ്ത്രജ്ഞാനം എത്ര കണിശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജിദ്ദക്കും റാബിഗിനും ഇടയിൽ കിടക്കുന്ന ജുഹ്ഫ എന്ന പട്ടണത്തിലേക്ക് ഐലത്തിൽ നിന്ന് എത്ര ദൂരമുണ്ടോ അത്രയും വീതിയുണ്ടായിരിക്കും ഹൗദുൽ കൗസറിനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ 2 പാത്തിയിലൂടെ ഈ വെള്ളം എങ്ങനെ ഒഴുകി വരും? സ്വർഗത്തിലെ അരുവിയാണ് ആ അരുവി. ആ വെള്ളം അള്ളാഹുവിൻ്റെ റസൂല് കോരിക്കൊടുക്കാൻ ഒരുപാട് കോപ്പകളുണ്ടാകും. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കോപ്പകളായിരിക്കും. ഈ ഉമ്മത്തീങ്ങൾക്കാണ് ഈ ഹൗദുൽ കൗസർ കുടിക്കാൻ കഴിയുക. ഹൗദുൽ കൗസറിലെ വെള്ളം കോരിക്കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് ഓടി വരുന്ന ഉമ്മത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഉമ്മത്തീങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന ഒരു പ്രശ്നമുണ്ട്. ഹൗദിൽ നിന്നാണ് വെള്ളം കുടിക്കാൻ പോണത്. ഉമ്മത്തീങ്ങളെ തിരിച്ചറിയുന്നത് ഉളു ചെയ്തതിൻ്റെ അടയാളം അനുസരിച്ചായിരിക്കും. ഉളു ചെയ്ത ഉമ്മത്തീങ്ങളുടെ കയ്യിൻ്റെ മേൽ ഉളുവിൻ്റെ അടയാളം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉളുയെടുത്ത മുഖം, ഉളുയെടുത്ത കയ്യ്, ഉളുയെടുത്ത കാല്, ഈ ഭാഗങ്ങളൊക്കെ വെള്ള നിറം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. അത് ഉളുവിൻ്റെ അടയാളമാണ്. ആ അടയാളമുള്ളവർക്കാണ് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കുക. ചുരുക്കത്ത് പറഞ്ഞാൽ ഹൗലായിട്ട് ബന്ധമുള്ളവനെ ഹൗദുൽ കൗസറിൽ വെള്ളം കിട്ടുള്ളൂ എന്നർത്ഥം. ഹൗലായിട്ട് ബന്ധമില്ലാത്തവന് ഹൗദുൽ കൗസറിലെ വെള്ളമായിട്ടും ബന്ധമില്ല. ഉളു എന്ന് പറഞ്ഞാൽ ഹൗദിൽ ഏർപ്പാടാണല്ലോ. ദുന്യാവിലെ ഹൗലായിട്ട് ബന്ധമുള്ളവന് ആഖിറത്തിലെ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടും. ദുന്യാവിലെ ഹൗദുകളുമായി ബന്ധമില്ലാത്തവന് ആഖിറത്തിലെ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അത് കോരിക്കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ വെള്ളം വാങ്ങി മോന്തി കുടിക്കുന്നതിനേക്കാൾ ഈ ഉമ്മത്തിക്ക് സൗഭാഗ്യകരമായ സംഗതി എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് അവിടെ പറഞ്ഞ ഒരു സംഗതിയും കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. കുറേ ആളുകൾ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഓടി വരുമ്പോൾ മലായിക്കത്ത് അവരെ അകറ്റുകയാണ്. മലക്കുകൾ പറയുന്നു, ഇവർക്ക് വെള്ളം കൊടുക്കണ്ട നബിയേ, ഇവർക്ക് വെള്ളം കൊടുക്കണ്ട. അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു, അവരെൻ്റെ ഉമ്മത്തീങ്ങളല്ലേ, അവരെൻ്റെ സമുദായക്കാരാണ്, അവരും കുടിക്കട്ടെ വെള്ളം, അവരെ ഇങ്ങോട്ട് വിടൂ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയുന്നു, റസൂലേ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ദീനിൽ ഇവരെന്തൊക്കെയാണ് കൂട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. നിങ്ങളുടെ ദീനിൽ പലതും കൂട്ടിക്കെട്ടുണ്ടാക്കിയ ആൾക്കാരവർ, അതുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കരുത് എന്ന് മലക്കുകൾ പറയുമ്പോൾ റസൂല് പറയുമത്രേ, അകലെപ്പോ എൻ്റെ ദീനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹൗദുൽ കൗസറിൻ്റെ വെള്ളമില്ല. മതത്തിൽ കൂട്ടിച്ചേർക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാക്കുക, ദീനിൽ തെളിയിക്കപ്പെടാത്ത സംഗതികൾ ഉണ്ടാക്കുക. ഇപ്പം ഇന്നലെ ഉദാഹരണം നമ്മൾ പറഞ്ഞില്ലേ, മരിച്ച മഹാന്മാരെ ഖബർ സിയാറത്തുണ്ട്. അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്, റസൂല് പഠിപ്പിച്ചതാണ്. നല്ല കാര്യമാണ്. വാപ്പാൻ്റെ ഖബറിങ്ങ മോൻ പോകണം, മോൻ്റെ ഖബറിങ്ങ വാപ്പ പോകണം, ഒക്കെ നല്ലതാണ്. പക്ഷേ മരിച്ചോടുത്ത് നെറ്റിപ്പട്ടം കെട്ടി ആനയെ കൊണ്ടുവരിക, മരിച്ചു കിടക്കുന്ന ആൾ മരിച്ച ആണ്ടിൻ്റെ ദിവസം വരുമ്പോൾ അവിടെ ഒരു പൂരം നടത്തുക, മതത്തിൻ്റെ പണിയാന്ന് പറയുക, പ്രത്യേകം കൊടി നാട്ടുക, അവിടെ വെറുതെ ഫാത്തിഹ ഓതുക, അവിടെ പോയിട്ട് ഖുർആൻ നടത്തുക, എന്നിട്ട് പൂരം ഉത്സവം നടത്തുക. പേരെന്താണ്? മരിച്ചെടുക്കുന്ന വലിയ മനുഷ്യൻ്റെ പേരിലാണ് ഞങ്ങൾ നടത്തുന്നത്. നല്ല കാര്യമാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ആന, ബാൻഡ് മുട്ടുന്ന പെണ്ണുങ്ങൾ, സംഗീതോപകരണങ്ങൾ, നിസ്കരിക്കാൻ പള്ളിയിൽ തക്ബീർ കെട്ടിയവന് നിസ്കാരത്തിൽ പോലും ശ്രദ്ധ കിട്ടാത്ത വിധം ചെണ്ടമേളം, മദ്ദളം, ബാൻഡ് മേളം. പോരാത്തത് അന്ന് റസൂൽ എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അതൊക്കെ നേർച്ചപ്പറമ്പിൽ സുലഭം. റസൂൽ ഹറാമാക്കിയ കള്ള് ഇഷ്ടം പോലെ. അതുകൊണ്ട് ദീനിൽ കൂട്ടിച്ചേർത്താൽ ഹൗദുൽ കൗസറിൻ്റെ വെള്ളം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഹൗദിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും, ദാഹിച്ച് വരണ്ട് മഹ്ശറയിലെ ചൂടും കൊണ്ട് സൂര്യൻ്റെ ചുറ്റിൽ ഇങ്ങനെ വിയർപ്പും കൊണ്ട് നിന്നതാണ്. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ദാഹം, അത് കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവില്ല എന്നാണ്. ഹൗദുൽ കൗസറിലെ വെള്ളം റസൂല് പറയുന്നു, സഹ്കൻ സഹ്കാ, അകന്നു പോ, വെള്ളമില്ല. എൻ്റെ ദീനിൽ കൂട്ടിച്ചേർത്ത് നിനക്ക് എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലമ ചോദിക്കുന്നു. മറ്റ് പ്രവാചകന്മാർക്കും ഹൗലുകളുണ്ടാകുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഹൗലുണ്ടാവും. പക്ഷെ അതൊക്കെ ചെറിയ കൊച്ചു മൈനർ ഹൗലുകളായിരിക്കും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖ്യ ഹൗല്, ഇതിൻ്റെ വലിപ്പം എത്രേ? നമ്മളിപ്പോൾ റസൂല് പറഞ്ഞ ഈ വലിപ്പം എത്രേ? ഹൗല് എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരന്മാർ ഏതെങ്കിലും പള്ളിയിലെ ഹൗല് സങ്കല്പിക്കരുത്. ഐലത്ത് മുതൽ സന്നാ വരെ, ഒമാൻ മുതൽ, ഒമാനിലൊക്കെ പോയവരിപ്പോൾ ഈ സദസ്സിലുണ്ടാവും, അവിടുന്ന് ഏഡൻ വരെ. ചുരുക്കത്ത് പറഞ്ഞാൽ ചെങ്കടലിൻ്റെ വലിപ്പം ഉണ്ടാവും ഇത് എന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ചെങ്കടലിൻ്റെ വലിപ്പം,
ചെങ്കടൽ എന്ന് പറഞ്ഞാൽ വിശാലമായി നീണ്ട് പരന്ന് കിടക്കുന്ന കടലാണ്. അതിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് കോരിക്കൊടുക്കുക. പരലോകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സിറാത്ത് എന്ന പാലം കടക്കലാണ്. കൊളുത്തുകളുള്ളതായ ഒരു പാലമാണത്. വളരെ മൂർച്ചയുള്ള പാലമാണ്. പക്ഷേ വളരെ നേരിയ മുടിനാരിഴ കീറിയ പോലെയുള്ളത് ആ പാലവുമാണ്. അത് കടക്കുന്നതാകട്ടെ ഒന്നുകിൽ കണ്ണ് ചെമ്മി തുറക്കുന്ന വേഗത്തിൽ ചിലർ കടക്കും, ചിലർ മിന്നലിൻ്റെ വേഗതയിൽ കടക്കും, ചിലർ കാറ്റിൻ്റെ വേഗതയിൽ കടക്കും, ചിലർ കുതിര ഓടുന്ന വേഗതയിൽ കടക്കും, ചിലർ മുറിവേറ്റ് വേച്ച് ഒരു വിധം അങ്ങോട്ട് അക്കരെ പറ്റും. ഒരു പറ്റലാണത്. ഒക്കെ വീഴാൻ പോയി. അതൊക്കെ ഇവിടുത്തെ ലൈൻ അനുസരിച്ചായിരിക്കും അവിടുത്തെ ലൈന്. ഇവിടെ ഏറ്റവും പുണ്യം ചെയ്തവൻ മിന്നലെറിയുന്ന പോലെ, ഇവിടെ സ്വർഗത്തേക്കുള്ള ഒടുക്കത്തെ ചാൻസ് പോണവനാണെങ്കിൽ വേച്ച് വീണ് ഒരു വിധത്തിൽ അവൻ അക്കരെ പറ്റും. രണ്ടും അല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ സ്ഥിതി ഉണ്ടാവും. നേരത്തെ നമ്മൾ റസൂലുള്ളാഹിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചെടുത്തൊരു സംഗതി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതൊരു സുഹൃത്ത് ഇപ്പോൾ എഴുതി തന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെയൊക്കെ മനസ്സ് ഈ വിഷയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. ഒരു സദസ്സിൽ പ്രസംഗം കേൾക്കാൻ പോയിരിക്കുമ്പോൾ ഇത്ര സൂക്ഷ്മത ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ പേടിയാവണം. എനിക്ക് പ്രസംഗിക്കാൻ പേടിയാവും. ചെറുപ്പക്കാർ ഓരോ വാക്കും അത്ര സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടി എഴുതി തന്നു, നിങ്ങളെന്തിയാ അത് പറയാൻ? ഞാനത് പറയാണ്. എന്നെ ഓർമ്മിപ്പിച്ചതിന് ആ സഹോദരൻ ഞാൻ നന്ദി പറയുന്നു. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വപ്നം വ്യാഖ്യാനിച്ചെടുത്ത് പകുതി വരെ കാണാൻ ചുരുക്കുള്ളവരും പകുതി മുതൽ കാണാൻ അന്തസ്സില്ലാത്ത വിരൂപികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരൊരു പുഴയിൽ പോയി കുളിച്ചു വന്നപ്പോൾ അവരുടെ സൗന്ദര്യം തിരിച്ചു കിട്ടി, വൈരൂപ്യം പോയി എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അവരാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോടും മീകായിലിനോടും ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി, അവർ തുല്യമായിട്ട് ഗുണവും ദോഷവും ചെയ്തവരാന്നാണ്. ഗുണം എത്ര ചെയ്തോ അത്ര തന്നെ ദോഷം ചെയ്തു, നന്മ എത്ര ചെയ്തോ അത്ര തിന്മയും ചെയ്തു. ബറാബറാണ്, ഡ്രോ. പകുതി കാണാൻ രസമുണ്ട്, പകുതി മുതൽ മോശമാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്തപ്പോൾ അറാഫുകാർ എന്ന് പറഞ്ഞൊരു വർഗത്തെ പറ്റി പറഞ്ഞിരുന്നു. മതിൽമ കയറിയിരിക്കണ വർഗം. സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ മുകളിലൊരു കൂട്ടരുണ്ട്. അവർ സ്വർഗത്തേക്ക് പോകാനുള്ള പുണ്യവും ചെയ്തിട്ടില്ല, എന്നാൽ നരകത്തേക്ക് പോകാനുള്ള അത്ര പടക്കുമല്ല. അങ്ങനെയുള്ള ആൾക്കാർ അവരിങ്ങനെ സ്വർഗത്തിലെ ആൾക്കാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലുന്നതാണ്. ഖുർആൻ അങ്ങനെ തന്നെ പറയണത്. അസ്സലാമു അലൈക്കും, ഒരു സലാം കിടക്കട്ടെ, നമ്മളെ കാര്യം ഒന്ന് ഓർമ്മ ഉണ്ടാവണം എന്നർത്ഥം. നിങ്ങൾ അള്ളാഹിനോട് അടുത്തവരാണ് നാളെ നിങ്ങൾ സ്വർഗത്തിലെത്തിയത്. ഇടയ്ക്ക് നമ്മളെ ഒന്ന് പറയാം, ഈ മതിൽമൊന്നൊന്ന് കഴിച്ചിലാക്കുക. ഇത്ര ആവശ്യമുള്ള വേറൊരു ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ ഭിത്തിമെന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് മിഞ്ഞാന്ന് പറഞ്ഞില്ലേ, പരലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിരിക്കാൻ വകയുള്ള ഒറ്റ വിഷയം വരെ പറ്റിയുള്ള ആലോചനയാണെന്ന്. മതിൽമങ്ങനെ കയറിയിരിക്കണ കോടാനുകോടി മനുഷ്യന്മാരെ, കുറച്ചൊന്നും അല്ലത് ഉണ്ടാകുക, എല്ലാം ഉണ്ടാവുമല്ലോ കോടാനുകോടി. മതിൽമങ്ങനെ പറ്റിയിട്ട് ഈ കുട്ടിസറാങ് എന്ന് പറഞ്ഞ സാധനം തൂങ്ങിക്കിടക്കണ കണ്ടിട്ടില്ല നിങ്ങൾ കോട്ടക്ക ചന്തക്ക് പോയാൽ? എന്ന മാതിരി ഇങ്ങനെ പറ്റി നിൽക്കുക. സ്വർഗത്തിലുള്ളവരിങ്ങനെ വന്ന് പുഞ്ചിരിച്ച് നോക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊരു സലാം ചെല്ലുക, നമ്മളെ കാര്യം എന്ന് പറയപ്പെടുക. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ പകുതി വിരൂപികൾ, പകുതി സുന്ദരന്മാർ. അവർ പുഴയിൽ കുളിച്ചു കുളിച്ചിങ്ങോട്ട് വരുമ്പോൾ വൈരൂപ്യം പോണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അള്ളാഹു അവരുടെ കുറ്റങ്ങൾ മാപ്പാക്കി അവർ മുഴുവൻ നന്മ ചെയ്തവരെ പോലെ അവർ അംഗീകരിക്കുന്നു എന്നാണ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് പോവുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ നെയ്യത്ത് പോലെ അള്ളാഹ് പ്രതിഫലം കൊടുക്കുന്നത്, കുറ്റങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹിൻ്റെ പുഴയാണത്. അള്ളാഹിൻ്റെ പുഴയിൽ പോയി കുളിച്ചിങ്ങോട്ട് വന്നപ്പോൾ വളരെ റെഡിയായിപ്പോയി, ഒരു കുഴപ്പമില്ല, ആ വൈരൂപ്യം പോയി, പൂർണ്ണ സൗന്ദര്യം അവർക്ക് തിരിച്ചു കിട്ടി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് സിറാത്ത് എന്ന പാലം ആളുകൾ കടക്കുന്ന രീതിയാണിത്. എങ്ങനെയെങ്കിലും ഒരുവിധം അക്കരെ പറ്റും. ചില ആളുകൾ, പാപികളായ ആളുകൾ, ആ സിറാത്ത് എന്ന പാലത്തിൽ നിന്ന് നേരെ ചൊവ്വേ വീണു പോകുന്നത് നരകത്തിലേക്കാണ്. നേരെ നരകത്തിലേക്ക്. സ്വർഗത്തിൽ നിന്ന് സിറാത്ത് പാലത്തിൽ നിന്ന് അവർ നരകത്തിലേക്ക് വീണു പോകുന്നു. ആ രംഗൻ്റെ സഹോദരന്മാരെന്ന് ആലോചിച്ച് നോക്കൂ. പാലം കടക്കാൻ പോവുകയാണ്. ഇത് ഭാഗ്യം നിശ്ചയിക്കാൻ പോകുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ വിധിയുണ്ടോ അക്കരെ പറ്റാൻ അറിയില്ല. അള്ളാഹുവിൻ്റെ വിധിയുണ്ടോ വഴിയിൽ വെച്ച് തന്നെ വീണു പോകാൻ അറിയില്ല. കുറേ ആളുകൾ മിന്നൽ പോലെ കടക്കുന്നു, കുതിര പോലെ ഓടുന്നു. ചില ആളുകൾ വേച്ച് അക്കരെ പറ്റുന്നു, ചില ആളുകൾ വേച്ച് വീണ് അഗാധമായ നരകത്തിലേക്ക് അതാ വീണു പോകുന്നു. നരകത്തിൻ്റെ സ്വഭാവമോ 70,000 കയറിട്ടുകൊണ്ട് 70,000 മലക്കുകളാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ റസൂലിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. ഞങ്ങൾ ചോദിച്ചു, അതെന്താണ് റസൂലേ?
റസൂല് പറഞ്ഞു, അത് നരകത്തിലെ ആദ്യ മുകളിലെ തട്ടിൽ നിന്ന് താഴത്തെ തട്ടിലേക്കൊരു കല്ല് വന്ന് വീണതാണ്. 70 വർഷം മുമ്പാണ് ആ കല്ല് പുറപ്പെട്ടത്. ഇപ്പോഴാണത് അടിയിലെ തട്ടിലെത്തിയത്. നരകത്തിൻ്റെ വലിപ്പം ഊഹിക്കാനുള്ള സാമ്പിളാ അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. അതാണ് നരകം. ഭയങ്കര ചൂടായിരിക്കും അവിടെ. റസൂലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയിലെ ചൂടിൻ്റെ 69 ഇരട്ടി ചൂട്. 69 ഇരട്ടി ചൂട്. അവിടെയുള്ള ഭക്ഷണം തീവെള്ളമാണ്. ഹമീം എന്ന വെള്ളം. കഴിക്കാനുള്ള ആഹാരം സഖൂം എന്ന മരത്തിൻ്റെ ഇലകളാണ്. അതൊരു തീമരമാണ്, അതിൻ്റെ ഇലയാണ്. അവിടെ അണിയാനുള്ള വസ്ത്രങ്ങൾ തീവസ്ത്രങ്ങളാണ്. അവിടെയുള്ള കാറ്റ് വിഷക്കാറ്റാണ്, സമൂം എന്ന കാറ്റാണ്. അവിടെയുള്ള പുക ഒരു തരം കരിമ്പുകയാണ്. ഇരുമ്പിൻ്റെ ദണ്ടുകളാണ്, കയറാണ്, ചങ്ങലക്കടലാണ്. ഏറ്റവും ലഘുവായ നരകത്തിലെ ശിക്ഷ അഗ്നിയുടെ ഒരു ചെരുപ്പ് കൊടുക്കലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം നമ്മെ ഉണർത്തിയിരിക്കുന്നു. കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നരകത്തെ തടുക്കണേ, നരകത്തെ തടുക്കണേ, നരകത്തെ തടുക്കണേ എന്ന് നരകത്തിൻ്റെ സ്വഭാവം വിവരിച്ചുകൊണ്ട് റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ഒരു കാരക്കൻ്റെ ചീന്തുകൊണ്ടെങ്കിലും ഈ നരകത്തെ തന്നെ തടുക്കണം കേട്ടോ. തൻ്റെ ഉമ്മത്തികളെ രക്ഷപ്പെട്ട് കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം. അള്ളാഹുവിൻ്റെ റസൂലത നരകത്തെ തടുക്കാൻ തൻ്റെ ഉമ്മത്തികളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ നരകത്തെ 70,000 മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന രംഗം, അതിലേക്ക് ആളുകളെ തള്ളി വീഴ്ത്തുന്ന രംഗം. പാപികളായ ആളുകൾ നരകത്തിലേക്ക് വീണുപോവുകയാണ്. ചവിട്ടാൻ ആരെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. ഭൂമിയിലെ ജീവിതകാലത്തന്നെ പിഴപ്പിച്ചതാരാണ്? എൻ്റെ കൂട്ടുകാരൻ. അവനൊന്ന് കിട്ടിയാൽ അവൻ്റെ മേല് ചവിട്ടിയിട്ട് എനിക്ക് നിൽക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്നു. ഞാൻ കള്ളു കുടിക്കുന്ന ആളായിരുന്നില്ല, ഞാൻ മദ്യത്തെ വെറുത്തിരുന്ന ആളാണ്. ഒരു ദിവസം വൈകുന്നേരം മങ്ങാടിയിലെ ഓവുപാലത്തിന്മേലിരിക്കുമ്പോൾ അവൻ വന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് പോകാം, ബാറിലേക്കൊന്ന് വരുമോ നീ? ബാറിലേക്കൊന്ന് വരുമോ? നമുക്ക് വെറുതെ പോയിട്ടൊന്ന് അടിക്കാം. ഇല്ല, ഞാൻ മദ്യപിക്കാറില്ല, വെറുതെ ഒരു കൂട്ടുകെട്ടിന്. എപ്പോഴൊന്നും കുടിക്കണ്ടാന്ന്, ഒരു രസം. തീരെ കുടിക്കാൻ ഞാൻ അപ്പോൾ എന്താണെന്നറിയോ? ഒരു കമ്പനി സൈക്ക്, ഒരു കൂട്ടുകൂടാൻ വേണ്ടി. അങ്ങനെ അവൻ്റെ കെണിയിൽപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് ആ സാധനം അന്നാണ് കാണുന്നത്, അന്നാണ് ഞാനത് രുചിക്കുന്നത്. അവനവൻ്റെ കുപ്പി കയ്യിലെടുത്തു, എൻ്റെ കുപ്പി കയ്യിലെടുക്കാൻ പറഞ്ഞു. ചിയേഴ്സ്. വളരെ പെട്ടെന്ന് ആ നാടകത്തിൻ്റെ ആരംഭമായി. അതെൻ്റെ നരകത്തിലേക്കുള്ള ചിയേഴ്സ് വിളിയായിരുന്നോ? അതെന്നെ നരകത്തിലേക്കുള്ള കൊണ്ടുവരലായിരുന്നോ? അവൻ എന്നെ നശിപ്പിച്ചു. ഇന്നെനിക്ക് മദ്യമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, ഇന്നെനിക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇന്നെൻ്റെ ചോര പോലും ചാരായ ചോരയായി മാറി, ആൽക്കഹോളിക് ബ്ലഡ്. ഇതാണ് നരകം. ഞാൻ നരകം അവസാനിപ്പിക്കണം. ഇനി സ്വർഗം, അവൻ കഴിഞ്ഞാൽ കഴിഞ്ഞ്. നരകത്തിൽ ബാക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചു. ഇബ്ലീസിൻ്റെ ഒരു പ്രസംഗമുണ്ട്, വലിയൊരു ഐറ്റാണത് മഹ്ശറിൽ. അവിടെ പ്രസംഗിക്കുന്ന ഒരാൾ ഇബ്ലീസ് മാത്രമാണ്. ഇബ്ലീസ് ഒരു വലിയ വാഗ്മിയായിട്ട് സ്റ്റേജൊക്കെ വെച്ചിട്ട് ആളുകളൊക്കെ അഭിമുഖീകരിക്കും. ഒകാല ഷൈത്താൻ പറയാണ്, ലമ്മാ ഖുദിയൽ അംറു, കാര്യത്തിൻ്റെ വിധി അങ്ങ് നടപ്പിലാക്കപ്പെടുമ്പോൾ ഇബ്ലീസ് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം സത്യമായ വാഗ്ദാനമാണെന്ന് ഇപ്പം തെളിഞ്ഞില്ലടോ മനുഷ്യന്മാരെ. ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കണ്ട എല്ലാ കെണിയും കണിച്ചിട്ടേ ഒടുക്കത്തൊരു വസിയത്ത് നോക്കി നിങ്ങൾ. നരകത്തേക്ക് ഏതായാലും പോകാൻ പോവാണ്. ഒടുക്കത്തൊരു വിടവാങ്ങൽ പ്രസംഗം. എൻ്റെ കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ വിടവാങ്ങാണ്. ഖുർആനായി പറയണത്. ലമ്മാ ഖുദിയൽ അംറു, കാര്യമങ്ങ് നിറവേറ്റപ്പെട്ടാൽ അവൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി, അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദത്തം സത്യമായ ഹക്കായ വാഗ്ദാനമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? വവഅദ്തുകും ഫഖലഫ്തുകും, ഞാനും ഒരു വാഗ്ദാനങ്ങളോട് ചെയ്തിരുന്നു, അതും ഇപ്പോൾ മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേലിൽ എനിക്കൊരധികാരവും ഇന്നില്ല, ഞാനും നിങ്ങളും തമ്മിൽ വഴി പിരിയാൻ പോവാണ്. ഇല്ല അൻ ദഅഉതുക്കും, ഒരു കാര്യങ്ങളോട് ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ക്ഷണിച്ചു പോയി തെറ്റിലേക്ക്, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. പക്ഷേ അതെൻ്റെ കുറ്റമാണെങ്കിൽ ഫസ്തജിബ്തും, അതിന് മറുപടി നൽകിയത് നിങ്ങളും ചെയ്ത കുറ്റമാണ്. ഞാനങ്ങനെ തെറ്റിക്ക് ക്ഷണിച്ചെങ്കിൽ നിങ്ങൾ എന്തിനെൻ്റെ പിന്നാലെ കൂടി? ഇബ്ലീസിന്റെ ഒടുക്കത്തെ ന്യായവാദം, ഇബ്ലീസിന്റെ കൂട്ടാളികൾക്ക് ഇബ്ലീസിന് രക്ഷ കൊടുക്കാൻ കഴിയാത്ത ആ മഹാസംഭവം ആഖിറത്തിൽ നടക്കുകയാണ്. ഫലാ തലൂമൂനി, എന്നെ കുറ്റപ്പെടുത്തണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി, ഞാനല്ല നിങ്ങളുടെ വിധിക്കുത്തരവാദികൾ.
മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂന മിൻ ഖബൽ. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പങ്കുചേർന്നതിനെയൊക്കെ ഞാൻ തള്ളിക്കളയുകയാണ്, ധിക്കരിക്കുകയാണ്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം. ലാലിമീങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രസംഗേറ്റാണോ തോന്നിപ്പോവും. ലാലിമീങ്ങൾക്ക് ശിക്ഷ ഉണ്ട്. ആരാ പറഞ്ഞത്? ഏറ്റവും വലിയ ലാലിമ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ ഒരു പ്രസംഗം നരകത്തിലേക്ക് പോകുന്ന ആൾക്കാർക്കുള്ളൊരു ഐറ്റമാണ്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാചനകൾ നടത്തി നോക്കും ആളുകൾ, ഒഴിവ് കഴിവ് പറഞ്ഞു നോക്കും, നരകം കാക്കുന്ന മലക്കിനോട് പറഞ്ഞു നോക്കും, ഒന്ന് രക്ഷപ്പെടുത്ത് ഈ തീ. അതിങ്ങനെ ചോദിക്കും തോറും മലക്കുകൾ അങ്ങോട്ട് വാദപ്രതിവാദം നടത്തും. മുർസലീങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ടായിരുന്നില്ലേ? അള്ളാഹു നേർമാർഗം കാട്ടിത്തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തിന് നീ വഴിപിഴച്ചു? അങ്ങനെ ഓരോ ചോദ്യത്തിനും വീണ്ടും വീണ്ടും ആ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ഏറ്റവും നിസ്സാരമായ ശിക്ഷ നരകത്തിൽ കിട്ടുന്ന ആളാരാന്നറിയോ? ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിൽ കിട്ടുന്ന ആള് അബൂ താലിബാണ്, റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ സഹോദരൻ. മരിക്കുന്നവരെ റസൂലിന് അഭയം കൊടുത്ത് ഖുറൈശികളെ മുഴുവൻ പോയിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുക. പിതാമഹൻ മരിച്ച അബ്ദുൽ മുത്തലിബ് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് വിട പറഞ്ഞു പോയ ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി വളർത്തിയത്, സംരക്ഷിച്ചത് അബൂ താലിബാണ്. ആ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും സകല അറബ് തറവാട്ടുകാരും പ്രമാണിമാരും പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുതാ. അബൂ താലിബ് പറഞ്ഞു, നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മുഹമ്മദേ, നിന്നെ അവർ ചോദിക്കുന്നു, നീ നിന്റെ പ്രബോധനത്തിന് തിരിഞ്ഞേക്ക്, അവർ നിന്നെ നശിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ബാപ്പാന്റെ സഹോദരനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദര, എന്റെ വലത്തേ കയ്യിൽ സൂര്യനും എന്റെ ഇടത്തേ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ സത്യമാർഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയൂല എന്ന് അബൂ താലിബിനോട് അള്ളാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കി പറഞ്ഞു. അബൂ താലിബ് എന്നിട്ടും വിശ്വസിച്ചില്ല. പക്ഷെ റസൂലിനെ സ്നേഹിച്ചു, അങ്ങേയറ്റം സ്നേഹിച്ചു. അറബികൾ ഖുറൈശികൾ മുഴുവൻ പുറത്താക്കിയപ്പോ അഭയം കൊടുത്തു. അവസാനം അബൂ താലിബിന്റെ മരണത്തിന്റെ സമയമായി. ഒടുക്കത്തെ സമയത്ത് തനിക്ക് ഇത്ര വലിയ സഹായം ചെയ്ത ആളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദരന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുന്നു. അതാ അബൂ താലിബ് മരിക്കാൻ പോണ ഒടുക്കത്തെ രംഗമാണ്. അടുത്ത് അബൂജഹൽ നിൽക്കുന്നു, ഉത്ബത്ത് നിൽക്കുന്നു, മറ്റു പ്രമുഖന്മാർ നിൽക്കുന്നു, ഒരു അബൂ സുഫിയാൻ അടക്കമുള്ളവർ നിൽക്കുന്നു. റസൂല് ചെന്നുകൊണ്ട് വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദര അബൂ താലിബേ, ചൊല്ലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തനിക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തു തന്ന ഒരാൾ നരകത്തിൽ പോയി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹൃദയം കനം തൂങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എളാപ്പ ഒന്ന് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ ഒന്ന് അംഗീകരിക്ക്. അബൂ താലിബ് ഇങ്ങനെ മരണത്തിൻ്റെ നോട്ടം നോക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അസ്രായിൽ റൂഹ് പിടിക്കാൻ വരികയാണ്. അബൂ താലിബ് ചൊല്ലുമോ എന്ന സംശയം തോന്നിയ നേരത്ത് അബൂജാഹിൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, അബൂ താലിബ്, നമ്മുടെ വാപ്പപ്പാപ്പന്മാരുടെ മതം വിട്ടൊഴിയാണോ നിങ്ങൾ? മരണത്തിൻ്റെ സമയത്ത് മുഹമ്മദ് വന്ന് ക്ഷണിച്ചപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മതം ഉപേക്ഷിക്കുകയാണോ? ഞങ്ങളെ മാനം കെടുത്തരുത്. നമ്മുടെ ദീനാണത്, നമ്മുടെ മതമാണത്. നമ്മുടെ പൂർവീകന്മാർ ലാത്ത ഉസ്സയെ ആരാധിച്ചു പോകുന്ന പൂർവീകന്മാർ, അവർക്ക് ക്ഷീണമുണ്ടാക്കരുത്, അപമാനമുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശി തറവാട്ട് പ്രമുഖനായിരുന്ന അബൂ താലിബ് തൻ്റെ കുടുംബത്തിൽ പിറന്ന വിളക്കായ, ലോകത്തിന് മുഴുവൻ വെളിച്ചം കാട്ടാൻ വന്ന വിളക്കായ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ രക്തത്തിൽ പിറന്ന മുഹമ്മദ് മുസ്തഫാൻ്റെ ഉപദേശം തള്ളിക്കളഞ്ഞു. അബൂജഹലിൻ്റെ ഉപദേശം സ്വീകരിച്ചു. ആ അബൂ താലിബിനെ കുറിച്ചാണ് ഒരു കവി പറഞ്ഞത്, ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയതി ദീനാ. മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദീന് മുഹമ്മദിൻ്റെ ദീനാണെന്ന് എനിക്ക് നല്ല പോലെ ബോധ്യമാണ്. പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല. അത്രയൊക്കെ അള്ളാഹുവിൻ അബൂ താലിബിൻ്റെ കാല് റസൂല് ചെന്നിട്ട് തടഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അത്രേ. ജിബ്രീൽ വന്നിട്ട് പുണ്യമാക്കപ്പെട്ട റസൂലിൻ്റെ കൈ തള്ളിക്കളയാൻ ശ്രമിക്കുകയാണ്. റസൂലേ, നിങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഈ കയ്യും ഈ വിരലും അബൂ താലിബിൻ്റെ കാലുമ്മൽ തട്ടിയാൽ നിങ്ങളുടെ കൈ തട്ടിയ സ്ഥലം നരകത്തിലിടാൻ അള്ളാഹ്ക്ക് കഴിയൂല. ഇത് നരകത്ത് പോകേണ്ട കാലാണ്, അതുകൊണ്ട് കൈ തുടരുതേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് എളാപ്പാൻ്റെ കാലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ റൂഹുൽ
അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തട്ടിക്കളയുകയാണ്. അവസാനം അബൂ താലിബ് മരണമടഞ്ഞുപോയി. ഏറ്റവും ലഘുവായ ശിക്ഷ നരകത്തിൽ അബൂ താലിബിനാണ്. അതിനേക്കാളും ലഘു വേറെ ആർക്കും ഉണ്ടാവില്ല. ശിക്ഷിക്കണം, പക്ഷെ ഏറ്റവും ലഘുവായിരിക്കും. ആ ലഘു എന്താണ്? റസൂല് പറഞ്ഞു, വേറൊന്നുമില്ല, തീയോണ്ട് ഉണ്ടാക്കിയൊരു ചെരുപ്പ്, അത്രേ ഉള്ളൂ. തീയോണ്ടുണ്ടാക്കിയൊരു പാദരക്ഷ, നല്ല 2 ഷൂസ്, ബാറ്റ മോഡൽ, ഉണ്ടാക്കിയ സാധനം മെയ്ഡ് ഇൻ ഫയർ, തീയിലുണ്ടാക്കിയതാണ്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടും ജർമ്മനിയും ഒന്നുമല്ല, തീയിലുണ്ടാക്കിയ സാധനം. ഈ 2 ചെരുപ്പാണ് അബൂ താലിബിന് കൊടുക്കുക. ഏറ്റവും നിസ്സാരമായത് തന്നെ എത്ര വലിയ ഗൗരവമാണെങ്കിൽ ബാക്കി ഊഹിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, സ്വർഗം, ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് സ്വർഗത്തിന്. 100 ബില്യൺ നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സിയിലുള്ളത്. ഒരുപാട് ഗാലക്സികൾ അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. ഒരു ഗാലക്സിയിൽ തന്നെ 100 ബില്യൺ നക്ഷത്രങ്ങൾ. അപ്പോൾ സ്വർഗത്തിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ളത് ഊഹിക്കണ്ട, ഊഹിച്ചാൽ തല പൊട്ടിപ്പോവും. അത്ര വലിയ വലിപ്പമുള്ള ലോകമാണ് സ്വർഗം. അവിടെ തോട്ടങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ തോട്ടമാണ് കൊടുക്കുക. പക്ഷേ ഒരു തോട്ടം കിട്ടിയാൽ അവിടെ തന്നെ കഴിഞ്ഞോളുന്നില്ല, സ്വർഗം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ആ സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ കേന്ദ്രമാണ് ഫിർദൗസ്. അതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. ആ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തിൻ്റെ മധ്യത്തിലാണ്. അതിൻ്റെ നേരെ മീതയാണ് അള്ളാഹുവിൻ്റെ അർശ് എന്ന സിംഹാസനം. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് തേടുകയാണെങ്കിൽ ഫിർദൗസ് തേടണേ, ഫിർദൗസ് തേടണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ സ്ഥാനം വസീല എന്ന സ്ഥാനമാണ്. ഏറ്റവും വലിയൊരു മണിമാളിക അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനമാണ്. 100 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീരാത്ത വൃക്ഷങ്ങൾ, ഒരു വൃക്ഷത്തിൻ്റെ ഒരു തലക്കുന്ന് മറ്റേ തല വരെ സഞ്ചരിച്ചാൽ 100 കൊല്ലം ഒരു കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്താലും തീരാത്തത്ര വലിയ വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ട്, പക്ഷികളുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞു പോവാണ്. ആദ്യത്തെ ഭക്ഷണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം കിട്ടുന്ന സാധനം, വിമാനത്തിൽ കയറിയാൽ ആദ്യം ഒരു സാധനം കൊണ്ടുവരുമല്ലോ എയർ ഹോസ്റ്റസ്മാർ. സ്വർഗത്തിൽ ഹൂറിലീങ്ങളാകുന്ന ഹോസ്റ്റസ്മാർ ആദ്യം കൊണ്ടുവരുന്ന സാധനം റസൂല് പറയുന്നത് മത്സ്യത്തിൻ്റെ കരളും നല്ല കാളയുടെ ഇറച്ചിയുമാണ്. എന്താണ് ഇതിൻ്റെ വിശേഷം? എന്തുകൊണ്ടാണ് അള്ളാഹു ഇത് തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്വർഗത്തിൽ തന്നെ മേയുന്ന കാളയുടെ ഇറച്ചിയും മത്സ്യത്തിൻ്റെ ലിവറും, ഇതാണ് സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ആദ്യത്തെ ഇനം. ഖുർആനിലും വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ സ്വർഗത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഹൂറിലീങ്ങളാണ്. ഹൂറിലീങ്ങളെക്കുറിച്ച് പറയുന്നത്, ഹൂറിലീങ്ങളെ കാണുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലുകൾക്കകത്തുള്ള അസ്ഥിക്കകത്തുള്ള മജ്ജ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നതാണ്. അത്ര സ്ഫടിക സമാനമായ ശരീരം, ഗ്ലാസ് പോലെ മൃദുലമായ ശരീരം. റസൂൽ തന്നെ അത് പറയണത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കണങ്കാലിൻ്റെ അസ്ഥിക്കകത്തുള്ള മജ്ജ പോലും പുറത്തേക്ക് കാണും. അവരുടെ ഒരു കണ്ണിൻ്റെ പുരികക്കൊടിയുടെ ചലനം പോലും അതീവ സുന്ദരമായിരിക്കും. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി. ലം യത്മിസ്സുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ ഹൂറുലീങ്ങളെ മുമ്പ് ഒരു ജിന്നും തൊട്ടിട്ടില്ല, ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല. ഒരു സ്വർഗത്ത് പാർക്കുന്ന ഒരാൾക്കൊരു കുറേ ഹൂറുലീങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൂറുലീങ്ങൾ അവന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനു മുമ്പ് ഒരു മനുഷ്യനും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഭൂമിയിലെ ഭാര്യമാരും സാലിഹത്തുകളായ സ്ത്രീകളായി ജീവിച്ചവരാണെങ്കിൽ സ്വർഗത്തിലെ ഭർത്താക്കന്മാരോടൊപ്പം ചേരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഭൂമിയിലെ സ്ത്രീകൾക്കാണോ മറ്റ് ഹൂറിലീങ്ങൾക്കാണോ മഹത്വം എന്ന ഉമ്മു കുൽസൂം എന്ന പത്നിയുടെ ചോദ്യത്തിന് റസൂൽ നൽകിയ മറുപടി ഞാനിവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഭൂമിയിലെ സ്ത്രീകൾക്കാണ് കൂടുതൽ മഹത്വം. കാരണം അവർ അള്ളാഹുവിനെ ആരാധിച്ചവരാണ്, റുക്കൂഉം സുജൂദും പ്രാർത്ഥനയും നിർവഹിച്ചവരാണ്. പിന്നെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖം കിട്ടുമ്പോഴൊരാഗ്രഹം എന്താണ്? കുടുംബം ഒന്നാവണം. ഭൂമിയിൽ ജീവിച്ച വാപ്പയും മക്കളും കുടുംബവും ആങ്ങളയും പെങ്ങളവും ഭാര്യയും മക്കളും ഒന്നാവണം. അള്ളാഹു അങ്ങനെ കുടുംബത്തെ ഒന്നിപ്പിച്ചു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. ഭൂമിയിലെ വാപ്പയും ഭൂമിയിലെ മക്കളും ഭൂമിയിലെ ഭാര്യയും ഭൂമിയിലെ ഭർത്താക്കളും സ്വർഗത്തിലും അതേപോലെ ഒന്നിക്കുന്ന ഒരവസ്ഥ അതും അവിടെ ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹുവിനെ സംബന്ധിക്കുന്ന സംഗതി, ശുപാർശകൾ അള്ളാഹു സ്വീകരിക്കും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കാൻ. അതിലും പ്രധാനപ്പെട്ട ഷഫാഅത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്താണ്. പിന്നെ മലക്കുകളുടെ ഷഫാഅത്തുണ്ട്, മറ്റ് അമ്പിയാക്കളുടെ ഷഫാഅത്തുണ്ട്, മുഅ്മിനീങ്ങൾക്ക് പോലും ഷഫാഅത്തുണ്ട് എന്നാണ് പറയുന്നത്. ഷഫായത്ത് റസൂലിന് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് റസൂലിൻ്റെ ഷഫായത്ത്, ശുപാർശ. ഒരു മോമിൻ അള്ളാഹിനോട് പറയാണ്, ആ നരകത്തിൽ എൻ്റെ ഒരു ഉറ്റവനായ മനുഷ്യൻ്റെ പഠിച്ചോനെ, സംഗതി നല്ലവനാണ്, പറ്റിപ്പോയതാണ് എന്നൊരു മോമിൻ പോലും ഷഫായത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചേക്കും.
നമ്മുടെ മുജദ്ദിദ് അൽഫദാനിയെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഹദീസിൽ അവരെ പറ്റി പ്രവചനം നടത്തിയല്ല അവർ ജനിക്കുന്നു. അതിൽ പറയണത് അവരെ ഷഫായത്ത് കൊണ്ട് ധാരാളം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എൻ്റെ സമുദായത്തിൽ ഇങ്ങനെ ഒരാൾ ജനിക്കും. നമ്മുടെ മസ്ജിദിന് നമ്മൾ പേര് വെച്ചിട്ടുള്ള മുജദ്ദിദ് അൽഫദാനി ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി യദ്ഖുലുൽ ജന്നത ബി ഷഫാഅതിഹി കദാ വ കദാ, അവരുടെ ഷഫായത്ത് കൊണ്ട് ധാരാളം ആളുകൾ സ്വർഗത്തിൽ കടക്കും. അള്ളാഹു ആ മസ്ജിദിനെ സഹായിച്ചവരെയും നമ്മെ എല്ലാവരെയും ആ ഷഫായത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫായത്ത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിനെ കണ്ടിട്ട് ആളുകൾ സുജൂദിൽ വീഴും. അള്ളാഹു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സുജൂദിൽ വീഴും. ആ സമയത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മഹ്ശറിൽ അള്ളാഹുവിനെ കാണുമ്പോൾ ഒരു സുജൂദുണ്ട്. എല്ലാവരും സുജൂദിൽ വീഴുമ്പോൾ കുറ്റവാളികളായ ആളുകളും അള്ളാഹിനെ കാണുമ്പോൾ ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അങ്ങോട്ട് ഒരുങ്ങുമ്പോൾ പെരടി ഒരു മരക്കഷ്ണം പോലെ ആവുന്നതാണ്, കുനിയാൻ കഴിയില്ല. ഭൂമിയിൽ സുജൂദ് ചെയ്തവനെ മാത്രമേ അവിടെ സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും സുജൂദ് കിടക്കുമ്പോൾ ഇവൻ പെരടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നിപ്പ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഹദീസിൽ കാണുന്നത്. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അവൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഷഫീഅൽ മുദ്നിബീൻ, അസ്സലാമു അലൈക യാ സിറാജൽ ആശിഖീൻ, السلام عليك يا مراد المشتاقين، السلام عليك يا رحمة للعالمين، السلام عليك يا خاتم الأنبياء، السلام عليك يا محمد مصطفى، السلام عليك يا أحمد مجتبى، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا ربي صل عليه وسلم. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൻ്റെ ചർച്ച ഇതോടെ അവസാനിച്ചു. ഇത് ഇത്ര നല്ല ഒരു അവസാനത്തിൽ എത്തിക്കാൻ സഹായിച്ച അള്ളാഹുവിന് സ്തുതി. ഇതിനോട് ഇത്ര വലിയ സഹകരണം കാണിച്ച നിങ്ങൾക്കൊക്കെ എൻ്റെ സ്നേഹത്തിൻ്റെ മധുരം നമുക്ക് അള്ളാഹു വേണ്ടുക ചെയ്താൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെയൊക്കെ ദുആകളിൽ നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് റമദാനിലെ ദുആകളിൽ ഓർക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. اللهم لك الحمد ولك الشكر، اللهم لك الحمد ولك الشكر، اللهم لك الحمد ولك الشكر.